നമ്മൾ പണ്ട് രാജഭരണകാലം മുതൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ഭക്ഷ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജാവിന് കൂടുതൽ റവന്യൂ വരുത്തുന്ന ഏലം പോലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കർഷകരെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതായത് പ്രോത്സാഹനം കൊടുത്ത് കാട് തെളിച്ച് കൃഷി ചെയ്യാൻ വിട്ടിരുന്നു. അത് കുടിയേറ്റമാണ്. കാരണം നാട്ടിലോ അതിലോട്ട് പലരും ആകർഷിക്കപ്പെട്ടു പോയ കർഷകർ നാട്ടിൽ കഷ്ടി ജീവിച്ച് പോരാവുന്നവരോ അല്ലെങ്കിൽ കൂടുതൽ ആദായം ഉണ്ടാക്കണം അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങൾ പണിയെടുക്കണം എന്ന് ചിന്തിച്ച കർഷകരൊക്കെ ഇതിനോട് ആകർഷിക്കപ്പെടുകയും അവർ നിയമാനുസൃതമായി സർക്കാരിൻ്റെ അനുമതിയോടെ കൃത്യമായിട്ട് പാട്ടമോ പട്ടയമോ കിട്ടി വനഭൂമിയിലേക്ക് കയറി അത് വെട്ടി തെളിച്ച് കൃഷി ചെയ്ത് കൃഷിഭൂമിയാക്കിയ കർഷകരാണ്. അത് നിയമാനുസൃതമാണ്. പക്ഷേ രണ്ടാമത് നമ്മൾ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നു. ഈ ആക്ട് വന്നതിന് ശേഷം ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. ഈ അനുമതി ഒന്നുമില്ലാതെ കാട് കയ്യേറുകയും ആ കയ്യേറ്റത്തിന് സർക്കാർ പട്ടയം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി വന്നതാണ് നമ്മൾ ഏറ്റവും എതിർക്കുന്നത്. അത് കുടിയേറ്റമല്ല, അത് കയ്യേറ്റമാണ്. നിയമം ലംഘിച്ചുകൊണ്ട് കയറുന്നതാണ്. അവിടെ നമ്മൾ വേറൊരു അവസ്ഥ കൊണ്ട് നോക്കിയാൽ ഇന്ന് നിയമം അനുസരിക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷം കർഷകന് മാത്രമല്ല, ഏത് വ്യക്തിക്ക്, ഏത് പൗരനും ഇങ്ങനൊരു അവകാശം കിട്ടുന്നില്ല. കാരണം അവൻ നിയമം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവൻ കാട് കയ്യേറുന്നില്ല. കയ്യേറുന്നത് ഒരു നിയമലംഘനമാണ്, നിയമത്തെ അവഹേളിക്കുന്നതാണ്. ആ നിയമം ലംഘിക്കുന്നവന് ആ ഭൂമിക്ക് പട്ടയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യേറി കട്ടവന് എന്നാ നീ കട്ട സാധനം നിനക്ക് അവാർഡായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നത് തുല്യമാണ്. ഇവിടെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണത്. സർക്കാർ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇത്തരം നിയമങ്ങൾ പടച്ചുവിടുന്നത്. അത് ഈ നിയമങ്ങളെ ഏറ്റവും മനോഹരമായി വികലമായി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിടത്തോളം ഇടുക്കി മാത്രമാണ്. കാരണം അവിടെ ഒരു 2 നിയമത്തെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് പട്ടയം കൊടുക്കുന്നത്. ഒന്ന് ലാൻഡ് കൺസർവൻസി ആക്ട്. ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഒരാൾ സർക്കാർ ഭൂമിയിൽ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവന് നോട്ടീസ് കൊടുത്ത് അവനെ ഇറക്കി വിടണം. പക്ഷേ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ കയ്യേറിയില്ലെങ്കിൽ പോലും വില്ലേജ് ഓഫീസർക്ക് വേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ അവന് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള നോട്ടീസ് കൈ കിട്ടും. സർവേ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. ആ നോട്ടീസ് കിട്ടിയാൽ ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരു സർക്കാർ ഭൂമി കയ്യേറുകയും അവന് വേറെ ഭൂമി ഇല്ലെങ്കിൽ ആ കയ്യേറിയതിന് തെളിവുണ്ടെങ്കിൽ ആ ഭൂമി അവന് പതിച്ചു കൊടുക്കാം. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഇറങ്ങിപ്പോകാൻ കൊടുത്ത നോട്ടീസ് ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം ഭൂമി അവന് പതിച്ചു കിട്ടാനുള്ള അവകാശമായി മാറി. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ലാൻഡ് കൺസർവൻസി എവിക്ഷൻ നോട്ടീസിൻ്റെ പേര് LC പട്ടയം എന്നാണ്. അത് കിട്ടിയ പട്ടയം ഉറപ്പാണ്. അപ്പോൾ ഇത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം കയ്യേറ്റം എന്ന് പറയുന്നത് സാധാരണ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന നിയമം അനുസരിക്കുന്ന പൗരന്മാർക്ക് കിട്ടാത്ത ഒരു അവകാശം അല്ലെങ്കിൽ അവാർഡാണ് നിയമം ലംഘിച്ച് സർക്കാർ ഭൂമി കയ്യേറുന്ന, പ്രത്യേകിച്ച് വനഭൂമി കയ്യേറുന്നത്. 2 കുറ്റമാണ്. ഒന്ന് കയ്യേറ്റമാണ്, 2 വനഭൂമിയാണ് കയ്യേറിയത്. ഇത് കയ്യേറുന്നവന്മാർക്ക് കൊടുക്കുന്ന ഈ പട്ടയം എന്ന് പറയുന്നത്.